ഹായ്. അപ്പം ഞങ്ങളൊരു ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് എടുക്കുന്നത് കേട്ടോ. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഓൺ വോയിസിലൊരു വീഡിയോ ചെയ്യണത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം എല്ലാവരും നേരെ വരും, ഞങ്ങൾ അടുക്കളയിലേക്ക് പോവുകയാണ്. ഓക്കെ. അപ്പോൾ ദാനിയേട്ടന് ഇവിടെ ഉള്ളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കാണ് കേട്ടോ നമ്മളെ ബിരിയാണിക്കുള്ള. ഹായ് ഗായ്സ്. അപ്പം നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് ബിരിയാണി ആക്കാന്ന് കരുതിയിട്ടുണ്ട്. ഒരുപാട് വൈകിട്ടാണ് ഇന്ന് കുക്കിങ് തുടങ്ങിയത്. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കൊട്ടിയൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊട്ടിയൂർ പോയി വന്നത് ഞങ്ങൾ രാത്രിയിൽ ഒരു 2 മണിയായിട്ടുണ്ടാവും നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോൾ. അപ്പോൾ അവിടെ നിന്ന് വന്നതിന് ശേഷം ഞങ്ങൾ നന്നായിട്ടൊന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ കുറച്ച് അധികം വൈകിട്ടാണ് എണീറ്റുണ്ടായിരുന്നത്. പിന്നെ നമ്മളൊരു യാത്ര പോയി തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് പരിപാടികളുണ്ടല്ലോ, മൊത്തത്തിലൊന്ന് മാറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ ചിന്നു അകത്ത് ഓരോ പരിപാടികളിൽ നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ആയിട്ട് ഹരിക്കുട്ടൻ്റെ സ്കൂളിലേക്ക് പോകണില്ല എന്ന് പറഞ്ഞു നിന്ന് ഹരിക്കുട്ടൻ സ്കൂളിലേക്ക് പോയി. അങ്ങനെ ഓരോ കൊണ്ടുപോയാക്കാൻ പോയി ഞാൻ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കടയിൽ പോയി സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായത്. അങ്ങനെ കുറച്ച് നേരം വൈകി ഗൈസ്. പുറത്ത് നല്ല മഴ, നമുക്ക് നല്ല ചൂടുള്ള ബിരിയാണി. കുടിയൊന്നും കഴിഞ്ഞിട്ടില്ല. എന്തായാലും ബിരിയാണി അടുപ്പത്ത് വെച്ചിട്ടേ ഞാൻ കഴിക്കാൻ പോകുള്ളൂ. വിശന്നിട്ടാണെങ്കിൽ വയറ് ആൾക്ക് നല്ല ബുദ്ധിമുട്ട്. കിടന്നുറങ്ങി വന്നതുകൊണ്ടാണ് എന്നെ ഒന്ന് സഹായിച്ചൂടെ. വെറുതെ നിൽക്കുക. ഞാൻ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ ഒന്ന് പോയിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ സവാള ഒന്ന് കട്ട് ചെയ്ത് തരാറുണ്ട് വീഡിയോ. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ? ഇവിടെ മഴ ചാടിക്കുന്നു. നല്ല മഴയുണ്ട് ഇവിടെ. മഴ എന്ന് പറയുമ്പോൾ രാവിലെയൊക്കെ നന്നായിട്ട് മഴയായിരുന്നു. പിന്നെ ഞങ്ങൾ പോയി വന്ന സമയത്തുണ്ടല്ലോ, അപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. ഞാനിവിടെ ഉള്ളിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കട്ടെ. ഉള്ളിയൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ടോ? അനിയേട്ടൻ്റെ ഇഷ്ടപ്പെട്ടുള്ള ഒരു പരിപാടിയാട്ടോ കുക്കിങ് ചെയ്യുമ്പോൾ. എനിക്ക് ഉള്ളിയൊക്കെ അധികം അരിഞ്ഞു തരുന്നത് അനിയേട്ടനാണ്. എന്നും അല്ല, ആൾക്ക് പണിയുള്ള സമയത്ത് ഇപ്പോൾ നമുക്ക് ഉള്ളി അരിഞ്ഞു തരാൻ നിൽക്കില്ലല്ലോ. അല്ലാത്ത സമയത്ത് ഇങ്ങനെയൊക്കെ വീട്ടിലുള്ള സമയത്തല്ല കുക്കിങ്ങൊക്കെ ചെയ്യുമ്പോൾ ആളാണ് കേട്ടോ അരിഞ്ഞു തരും. അങ്ങനെ എല്ലാ ഹെൽപ്പുകളൊക്കെ ചെയ്തു തരും. ഫുള്ളായിട്ട് കഷ്ണങ്ങളെല്ലാം മുറിച്ച് തരും. അപ്പോൾ എനിക്കാണെങ്കിൽ അത് കുറച്ച് പണിയുള്ളതാണ്. ഉള്ളിയൊന്നും വേഗം കണ്ട് അരിയാൻ കഴിയില്ല. ആൾക്കത് സ്പീഡായിട്ട് ചെയ്യും. നമ്മൾ ഉള്ളി ഞാൻ ആദ്യം ഒന്ന് എണ്ണയിലിട്ട് വഴറ്റട്ടെ കേട്ടോ. ഞാൻ ഉള്ളി വഴറ്റുന്നിരിക്കണം. അതിൻ്റെ നല്ല പണി വളർന്ന് നടക്കുന്നത്. അടുത്ത ഞാൻ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിങ്ങനെ സംസാരിക്കുമ്പോഴേ ടാട്ടോ എന്നൊക്കെ വരുന്നുണ്ട്. അത് ആദ്യം ഒന്നും വിചാരിക്കരുത്. ഞാൻ വീഡിയോയിൽ കൂടുതലും സംസാരിക്കുന്നത് ഷോർട്ടാണെങ്കിലും ചെയ്യുന്നത് കൂടുതൽ അങ്ങനെ വരുന്നുണ്ട്. അതങ്ങനെ ചിന്തിക്കേണ്ടായിരിക്കും. കുറേ കളിയാക്കലുകളും കിട്ടുന്നുണ്ട്. ഇതാണെന്നൊക്കെ പറയുന്നത്.
നിങ്ങളെ ആ ഫോട്ടോ എടുത്തില്ലേ അതൊക്കെ 1.5 ഇത് കൊള്ളാം. ഇതൊക്കെ ഇട്ടല്ലേ എൻ്റെ പാട്ട് 5000 എന്താ ഇന്നെ എടുക്കണ്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് കഴിക്കാൻ തുടങ്ങുകയാണ്. ഹായ്, സൂപ്പർ. ദിവ്യ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എന്നത്തെക്കാട്ടിലൊന്നും കൂടി ഒരു ടേസ്റ്റ് നന്നായിട്ട് തോന്നുന്നുണ്ട്. ചിന്നുൻ്റെ അഭിപ്രായം എന്താ? ചിന്നു പറയാം. നല്ല രസമുണ്ട്. നമ്മളുണ്ടാക്കി വെച്ചിട്ട് പൊക്കി പറയുന്നു വേണ്ട, സത്യം പറഞ്ഞു. സത്യമായിട്ട് നല്ല രസമുണ്ട്. അത് ശരി, എനിക്ക് ഇഷ്ടമായി. ഓക്കെ, ഞാനെന്നെ ഉണ്ടാക്കിയതുകൊണ്ട് ഞാനെന്നെ പൊക്കി പറയണമെന്ന് മോശമല്ലേ? സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്, അതാണ് എനിക്ക് പ്രത്യേകിച്ചും. രസമുണ്ട്, ഞാൻ വെറുതെ പറഞ്ഞല്ല. കഴിച്ച് നമ്മളെ സ്റ്റാൻഡ് അവിടെ അല്ല തന്നെ ഇല്ലാത്തതുകൊണ്ട് എടുക്കാൻ വയ്ക്കുന്നില്ല. മതി. അതെ അതെ, മഴ ഇങ്ങനെ തകർത്ത് പെയ്യാണ് പുറത്ത്. ആ സമയത്ത് ചൂടുള്ള ബിരിയാണി കഴിക്കാൻ അടിപൊളി. നല്ല ടേസ്റ്റ്